ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് സോഷ്യൽ റെലവൻസ് ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, കമ്മിറ്റ്മെൻറ്റ് വേണം. അത് നമ്മളിപ്പോൾ ജോലിയിലായാലും നമ്മുടെ ജീവിതത്തിലായാലും. അതുപോലെ തന്നെയാണ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംഭവം. എല്ലാവർക്കും അറിയാം. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പറയുന്നത് നമ്മളിപ്പം ഒരാളെ സഹായിക്കുന്നത് മാത്രമല്ല, മറ്റുള്ള പല പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളാരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ആളുകൾ എല്ലാവർക്കും തിരക്കാണ്, ബിസിയാണ് എല്ലാവർക്കും. അതിപ്പോൾ ഇത് ഒരു മിനിറ്റ് ആയാലും ഒരു സെക്കൻഡ് ഞാൻ പറയാം, അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. അതായത് ഞാൻ എൻ്റെ ഒരു രണ്ട് വീഡിയോയിൽ ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോസ് ഞാൻ എല്ലാവരും എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. ഞാനിപ്പം പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ കുറച്ച് മിസ്റ്റേക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ താഴത്തെ എൻ്റെ വീഡിയോൻ്റെ താഴത്തെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് വിചാരിക്കേണ്ട. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളാരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ ആർക്കും, അല്ലേ? അതാണല്ലോ കറക്റ്റ് കാര്യം, അതാണല്ലോ. അതായത് ആർക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ ലൈഫാണ് വലുത്. ശരിയാണ്, എല്ലാവർക്കും അവരുടെ ലൈഫ് തന്നെയാണ് വലുത്. പക്ഷേ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംഭവം ഒന്ന് ചില സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംഭവം നമ്മൾ ചെയ്തത് പറഞ്ഞപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ നമുക്കൊരു നാട്ടിലൊരു സംഭവം നടക്കുമ്പോൾ അത് നമ്മൾ സംസാരിക്കാൻ നമുക്ക് എന്താ പ്രശ്നം? ഇപ്പം ഒരു രണ്ടു വാക്ക് സംസാരിക്കാൻ ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണാറുണ്ടല്ലോ. ഇപ്പോൾ മൈതാനത്ത് മറ്റുള്ള സ്ഥലത്തൊക്കെ റോഡ് പിക്കറ്റ് ചെയ്തവരൊക്കെ പല നേരങ്ങളും സംസാരിക്കുന്നത്. അത്രയൊന്നും വേണ്ടല്ലോ നമുക്കൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു സാധാരണക്കാർക്ക് പറ്റണം. അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറയാൻ പോകുന്ന പക്ഷേ നമ്മൾ ദിവസവും റോഡിലൂടെ പല പല ആവശ്യങ്ങൾക്കായി പോകുന്ന ആളുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എന്താ പറയുക, നമുക്ക് ജോലിക്ക് പോകണം, അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഫാമിലിയായിട്ട് പോകുന്ന ആളുകളുണ്ട്. മറ്റ് പല പല ആവശ്യങ്ങൾക്കും പല ഇതിലായിട്ട് പോകുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ കാർ പോകുന്ന ആളുകളുണ്ട്, ബൈക്കിൽ പോകുന്ന ആളുകളുണ്ട്, സൈക്കിൾ പോകുന്ന ആളുകളുണ്ട്, ബസ്സിൽ പോകുന്ന ആളുകളുണ്ട്, മറ്റ് പല വാഹനങ്ങളിൽ പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ? നമുക്ക് ഇപ്പോൾ നമ്മൾ ദിവസം രാവിലെ പത്രം എടുത്താൽ കാണുന്ന ദിവസം എന്താ? ഒന്നെങ്കിൽ ഒരു അപകടമില്ലാത്ത ദിവസം ഉണ്ടാവില്ല. അതിപ്പോൾ ഏത് സംസ്ഥാനത്തായാലും, നമ്മൾ കേരളം മാത്രമല്ല മറ്റുള്ള ഏത് സംസ്ഥാനത്തായാലും അപകടമില്ലാത്ത ദിവസം ഉണ്ടാവില്ല. ഒന്നുകിൽ അമിത വേഗത ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കുറച്ച് കാഴ്ചപ്പാടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊണ്ട് ഷെയർ ചെയ്യാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോൾ ഒരു രണ്ട് ന്യൂസ് കണ്ടു. ഒന്ന് എൻ്റെ നാട്ടിലാണ്, പിന്നെ മറ്റൊരു സ്ഥലത്താണ്. ബസ് അപകടത്തിൻ്റെ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ എനിക്കത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാണ്, അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഒരു ആക്സിഡൻ്റ് ആളെ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്തായിരിക്കും? ആ ഡ്രൈവറുടെ അശ്രദ്ധ, അതായത് അമിത വേഗതയാണ് കാരണം എന്നുള്ളത് ശരിയാണ് സംഭവം. എല്ലാവർക്കും അറിയാം. നമ്മൾ മാത്രമല്ല, നമ്മൾ പല ആളുകളും പറയാറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാൽ തന്നെ കമൻറ്റ്സ് വേറെ കാണാം. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫോട്ടോ കൊടുത്താൽ താഴത്ത് ഒരുപാട് കമൻറ്റ്സ് വരും. സംഭവം ഇതന്നെ ആയിരിക്കുമല്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഡ്രൈവർ ഭാഗത്താണ് തെറ്റ്, ശരിയല്ല എന്ന് പറയില്ല. പക്ഷേ ഡ്രൈവറെ പോലെ തന്നെ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട രണ്ട് പേര് വേറെയുണ്ട്. ഞാനിത് പറയുന്നത്, അതായത് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഞാൻ പറയാം, ഓരോ ബസ്സിനും ഓരോ സമയമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി അറിയാൻ പറ്റും ഓരോ ബസ് ഇളകുന്ന സമയം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം ഒരു ബസ് 9 മണിക്കാണെങ്കിൽ ഒരു ബസ് 9:02 അടുത്ത ബസ് ഇളകുക, അടുത്ത 9:03 അടുത്ത ബസ് ഇളകും. അപ്പോൾ അത് ചിലപ്പോൾ ഒരേ റൂട്ടിലുള്ള ബസ്സായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല റൂട്ടിലുള്ള ബസ്സായിരിക്കും. അത് ഒരു റൂട്ടിൽ ഓടുന്ന ബസ്സാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. സംബന്ധിച്ചാൽ ഞാൻ അതിനെ കുറിച്ച് പറയണം. അതായത് ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ ആരുടെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞങ്ങളിപ്പോൾ ഒരു റൂട്ടിൽ ഓടുന്ന ബസ്, സ്ഥലത്ത് വരുന്ന പറയില്ല, ഒരു റൂട്ടിൽ 2 ബസ് അല്ലെങ്കിൽ 3 ബസ് ഓടുന്നുണ്ട് വിചാരിച്ചോളൂ. അതായത് 9 മണിക്കൊരു ബസ്, 9:03 ബസ്, 9:06 5 ബസ് വിചാരിച്ചോളൂ. ഈ 3 ബസ്സും പോകുമ്പോൾ ഫസ്റ്റ് പോകുന്ന ബസ് 9 മണിക്ക് വന്ന ബസ്, ആ ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ അവിടെ ഒരു 10-12 ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നേരെ ഈ തിരക്കില്ലെങ്കിൽ ബസ്സിൽ തിരക്കില്ലെങ്കിൽ അവർ ആ ബസ്സിൽ കയറും. അവർക്ക് പെട്ടെന്ന് ജോലിക്ക് എത്താൻ വേണ്ടിയിട്ട് അവരതിൽ കയറുകയും ചെയ്യും. അവർ 10 ആളിൽ കയറി കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് ബാക്കിൽ വരുന്ന 9:03 ബസ്, അതിലൊരു മാക്സിമം 5 ആളുണ്ടാവും. ഈ ലാസ്റ്റ് വരുന്ന ബസ്സിന് ചിലപ്പോൾ ഈ സ്റ്റോപ്പിൽ ആരുണ്ടില്ലെങ്കിൽ അവർക്ക് ആളെ കിട്ടില്ല. അവർ ആ ബസ്സിനുള്ള ഇറക്കിയിട്ടുള്ള ആളുകൾ പോകും. അത് ബസ്സിലുള്ള ആളുകൾ ഇറക്കിയിട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇത് ഏറ്റവും പ്രശ്നം വെച്ചാൽ ഈ 2 ബസ് അല്ല, ഈ 3 ബസ്സും, അതായത് 9 മണിക്ക് പോകുന്ന ബസ്സും 9:03 പോകുന്ന ബസ്സും 9:06 അല്ലെങ്കിൽ 9:05 പോകുന്ന ബസ്സും, ഈ ബസ് തമ്മിലൊരു മനസ്സിലോട്ട് എന്തായാലും ഉറപ്പാണ്.
ഇതിനുള്ള മെയിൻ കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിലെ ഉദ്യോഗസ്ഥന്മാരും ഇതിലെ ബസ് ഓണേഴ്സുമാണ്. സംബന്ധിച്ചാൽ അവർ ഒരു ടൈം വെച്ചിട്ടാണ് അവർ പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് ബസ്സിന് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. പിന്നെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ 9 മണിക്ക് പോകുന്ന ബസ് 9:03 9:05 പോകുന്ന ബസ് ഉണ്ടാവും. ഈ 3 ബസ്സും അവർക്ക് ഒരു അടുത്ത സ്റ്റോപ്പിൽ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ എന്താ പറയുക 9 മണിക്ക് ബസ്സിന് അത്യാവശ്യം ആൾക്കാരുകൾക്കും കിട്ടി. 9:03 പോയ ബസ്സിന് ഉള്ള ആളുകൾ ബസ്സിൽ വളരെ കുറവാണ്. അപ്പോൾ 9:05 വന്ന ബസ് തീരെ ആളില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുക, ഇവർ നല്ല സ്പീഡിലോട്ട് പോകും. അപ്പോൾ നമ്മളെല്ലാവരും പലപ്പോഴും ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ മാത്രമല്ല പല ആളുകളും കണ്ടിട്ടുണ്ട്. എന്താ പറയുക, നമ്മളൊരു ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ ഒക്കെയായിട്ട് പറയുന്നത് ഇത് ആ ബസ് ഇതാ ഞങ്ങൾ ബാക്കിൽ വരുന്നുണ്ട്, കുറച്ച് സ്പീഡ് പോകുമെന്ന് പറയും. ഇവർ പറയാറുണ്ട്. അതായത് ഇവർക്ക് അടുത്ത സ്റ്റോപ്പിൽ ഒരു ആളെ എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറയാം, നമുക്ക് എല്ലാവരും ബിസിനസ് തുറക്കുമ്പോൾ എല്ലാവർക്കും ലാഭമാണ്, ശരി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ബിസിനസ്സിൽ ഇതിപ്പം ഈ സ്പീഡ് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ 2 ബസ് പ്രധാന ഇപ്പോൾ ഒരു ബസ്സിന് 9 മണിക്കുള്ള ബസ്സിന് 9:03 9:05 വന്ന ബസ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഭവിഷ്യത്ത് എന്താ വെച്ചാൽ ഒരു ഉദാഹരണം ഒരു കാൽനട യാത്രക്കാരന് അല്ലെങ്കിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് വാഹനം ആയിക്കോട്ടെ അവർ പോകുമ്പോൾ ഇവരുടെ അമിത വേഗത കൊണ്ട് അവിടെ ഒരു ജീവൻ പോവാണ്. ഒന്നുകിൽ ഒരാൾ മരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു വലിയൊരു അപകടം സംഭവിച്ച് അയാൾ കിടപ്പിലാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലുത് വരുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഡ്രൈവർ കുറ്റം പറയും. ശരിയാണ്, ഡ്രൈവർ അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണം. പക്ഷേ ഇതിൻ്റെ മെയിൻ റീസൺ വരുന്ന 2 ആൾക്കാരാണ്. ഒന്ന് ഇതിൻ്റെ ഓണേഴ്സ്, അവരൊരു ടൈം എടുത്തിട്ടാണ് ഇവർ ഈ ഓട്ടോ ഓടിക്കുന്നത്. ഓക്കെ, അത് കൂടാതെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് അറിയാം. വെച്ചാൽ ഞാൻ തന്നെ ഫസ്റ്റ് വന്ന് പറഞ്ഞത്, അതായത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംഭവം ഒരാൾക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. സംബന്ധിച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ടൈം സമയം കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം എന്താ, ഇവർ ഇപ്പോൾ ഉദാഹരണം 9 മണിക്കും 9:03 9:05 3 സമയം കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് റോഡ് കുരുതികളാവും, ഉറപ്പ് അവർക്ക് അറിയാം. പക്ഷേ ഇവർ ആ സമയത്തുള്ള അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ല, ഏത് ഉദ്യോഗസ്ഥന്മാരായാലും ആർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എല്ലാവരും പറയുന്നില്ല, കുറച്ച് പേരും ഇപ്പോൾ ഇതിന് അനുമതി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ അവർക്കുമുണ്ട് ഫാമിലി, അവർക്ക് ഫാമിലി ഉണ്ട്, അവരുടെ അയൽവാസികളുണ്ട്, മറ്റ് പല ആളുകളുണ്ട്, അല്ലെങ്കിൽ സാധാരണ പല ആൾക്കാരുണ്ടാവും. അതൊന്നും അവർ ചിന്തിക്കില്ല. അവരിപ്പോൾ 9 മണിക്ക് ബസ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ 9:03 കൊടുക്കും, 9:05 കൊടുക്കും. അപ്പോൾ അവർക്ക് അറിയാം സംഭവം, ഇവർ സ്പീഡിലാണ് പോകുക, കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. പക്ഷേ അതൊന്നും ചിന്തിക്കില്ല. അവർക്ക് ആ സമയത്തുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ശിക്ഷിക്കേണ്ട ഈ ഡ്രൈവർ മാത്രമല്ല, ഇതിൻ്റെ ഓണറും ഇവർ ഈ ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ്. കാരണം വെച്ചാൽ ഇവർ ഇത് കൊടുത്തിട്ടാണ്, അതായത് ഇവർ അപ്രൂവൽ കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ ഈ റോഡ് കുരുതികളാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ബസ്സുകാർ മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാർ പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് പോകുമ്പോൾ നമ്മൾ സ്പീഡിൽ എത്രമാർ വണ്ടികൾ പോകുന്ന കാണുന്നുണ്ട്. ഇപ്പോൾ പല പയ്യന്മാരും പല ആളുകളും കാറിലും ബൈക്കിലൊക്കെ പോകുന്ന കാണുമ്പം ആളുകൾ രാഗി പോകുന്ന പറയാറുണ്ട് ചില ആളുകളൊക്കെ. സത്യമാണ്. വെച്ചാൽ അവർക്ക് പെർമിഷനൊക്കെ അവർ ഓൾറെഡി എന്താ പറയുക ഷോ കാണിക്കാൻ പോകുന്നതാണ്. പക്ഷേ ഈ ഷോ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാൽനട യാത്രകൾ മറ്റ് പല ആളുകളുണ്ട് വളരെ സ്ലോയിൽ എങ്ങനെ സ്വന്തം വീട്ടിലെത്താം, സ്വന്തം മക്കളെ കാണാം, അല്ലെങ്കിൽ അമ്മയെ കാണാം, ഉമ്മയെ കാണാം, അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ അവർ കല്യാണത്തിന് മറ്റു പല ആവശ്യങ്ങൾ പോകുന്ന ആളുകളുണ്ട്. വളരെ സാധാരണ രീതിയിൽ ഇപ്പം ബൈക്കും കാറൊക്കെ ഓടിച്ച് പോകുന്ന ആളുകളുണ്ട്. ഇവർക്കാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് സംഭവിക്കുക. അത് വെച്ച് ഇപ്പോൾ ഈ സ്പീഡ് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ മാത്രമല്ല റോട്ടിലുള്ളത്, മറ്റ് പല ആളുകളുടെ റോട്ടിലുണ്ട്, എല്ലാവർക്കും ജീവിക്കണം. ഇപ്പോൾ നമ്മൾ എത്രമാരും അപകടത്തിൻ്റെ പോസ്റ്റേഴ്സ് നമ്മൾ പല റോഡ് സൈഡിലും കാണുന്നുണ്ട്. ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? അത് ചിന്തിക്കുന്നില്ല. ആ കാണുമ്പോൾ ഒരു സെക്കൻഡ് നോക്കി നിൽക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ സൈഡിൽ ഒരു ബോർഡ് ഉണ്ടാവും, കഴിഞ്ഞ വർഷം ഇത്ര അപകടം സംഭവിച്ചു, ഈ വർഷം ഇത്ര അപകടം സംഭവിച്ചു, ഇതുവരെ ആളുകൾ മരിച്ചു, ഇത്ര ആളുകൾക്ക് പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. അതിന് കുറച്ച് ഡീറ്റെയിൽസ് അവർ കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പം അതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അതൊക്കെ എല്ലാവരും നോക്കി നിൽക്കും ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ബ്ലോക്ക് തീരുന്ന വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഞാനും കോഴിക്കോടാണ്, അപ്പോൾ അവിടെയൊക്കെ മാക്സിമം നമുക്ക് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ടൈം കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരും നോക്കി നിൽക്കും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവരവരെ ഇതിന് പോവുകയും ചെയ്യും. പക്ഷെ അത് പാടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ളത് ഇത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, അതിൽ ആരോഗ്യമൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ റോഡിലൂടെ ഇറങ്ങുമ്പോൾ, അപ്പോൾ അതിപ്പോൾ കാൽനട യാത്രക്കാരൻ ആരായിക്കോട്ടെ, നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ബൈക്കിൽ മറ്റുള്ള വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്രമല്ല റോഡിലുള്ള, നമ്മളെപ്പോലെ മറ്റുള്ള ആളുകളുണ്ട്, നമ്മളെപ്പോലുള്ള ഫാമിലി. ഇപ്പോൾ നമുക്കൊരു ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല ആളുകൾക്ക് ഫാമിലീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിന്തിക്കണം, അത് വേണം എന്തായാലും. അതില്ലെങ്കിൽ അതാവില്ല.
കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക ഈ മരണപ്പാച്ചിൽ പോവാം. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണം 10 മണിക്ക് ഓഫീസിൽ എത്തുന്ന ആളുകളുണ്ടാവും, 10 മണിക്ക് സ്കൂളിൽ എത്തുന്ന ആളുകളുണ്ടാവും, മാഷ്മാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള പല ആളുകളുണ്ടാവും. ഇപ്പോൾ 9:00 ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. എല്ലാവർക്കും തിരക്കുണ്ട്, ഇല്ലയെന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ അവരൊരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുക, അല്ലെങ്കിൽ അവരൊരു സ്ലോലി അവർ തന്നെ പറയില്ല, അവർ തിരക്കൂടി പോകുന്നുണ്ടാവും. വല്ല സാവധാനം പോയാൽ മതി. എന്തായാലും അവർക്ക് ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ലേറ്റ് എന്താ പ്രശ്നം എന്താ ഇപ്പം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ മനസ്സിലാവാത്ത ആളുകളില്ല. നമുക്ക് മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ മനുഷ്യൻ പറയുമ്പോൾ ദൈവം ഏറ്റവും വലിയ കഴിവ് എന്താ വെച്ചാൽ തലച്ചോറാണ്. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാർ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. പക്ഷേ ഞാൻ പറയില്ല, ഞാൻ എല്ലാവരും കുത്താക്കി പറയില്ല. സംബന്ധിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒന്നെങ്കിലും നമ്മൾ ഓഫീസർമാരോട് പറയാം, അല്ലെങ്കിൽ മറ്റുള്ള ആളോട് പറയാം, 1 മിനിറ്റ് ലേറ്റ്, 2 മിനിറ്റ് ലേറ്റ്, അല്ലെങ്കിൽ 5 മിനിറ്റ് ലേറ്റ്, ഇത് കാരണം കൊണ്ടാണെന്ന് പറയാം. അത് പിന്നെ ചില ആളുകൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് ലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ നോർമൽ കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ സോഷ്യൽ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ എന്താ പറയുക, തിരക്ക് പിടിച്ച് നമ്മളിപ്പോഴത്തെ ലൈഫ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ലൈഫാണ്. ആർക്കും സമയമില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞില്ല, ഈ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ശിക്ഷിക്കണം എന്നുള്ളത് ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളാണ്, അതായത് ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. സംബന്ധിച്ചാൽ ഇവർ അപ്രൂവൽ കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ ഓടിച്ച് പോകുന്നത്. അത് അവർക്കും കൂടെ അവരൊന്ന് ഈ അറ്റ്ലീസ്റ്റ് ഈ ഒപ്പിടുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് ഇവർ ഈ സമയത്ത് പോകേണ്ടത്, ഇവരൊരു സംഭവം നടക്കുമെന്നുള്ളവർ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ പല ആളുകളും പറയാറുണ്ട്, നമ്മൾ പാസ്റ്റിനെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല, ഞാൻ ഫ്യൂച്ചറിനെ പറ്റി മാത്രമേ ചിന്തിക്കാറുള്ളൂ. ശരി തന്നെ, ഫ്യൂച്ചറിനെ പറ്റി തന്നെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. ഈ ബസ്സിൻ്റെ കാര്യം ഇവർ ഈ അപ്രൂവൽ കൊടുക്കുമ്പോൾ ഇവർ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഈ ബസ് ഇപ്പം ഒരു ബസ് 9 മണിക്കുണ്ട്, അടുത്ത ബസ് സെയിം റൂട്ടാണ്, ഒരു റൂട്ടിൽ 9:03, 9:05 അല്ലെങ്കിൽ 9:06 ബസ് ഉണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാവും. അപ്പോൾ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പായിട്ട് കൊടുക്കുക. അവർ ഞാൻ പറയാം, കുറച്ച് ആളുകൾ ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലയെന്ന് പറഞ്ഞില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ റോഡ് ഒരിക്കലും കുരുതികളാവില്ല. സംബന്ധിച്ചാൽ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്ന എന്തിനാ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന മക്കൾ പഠിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. നമുക്ക് എല്ലാവരും ഇത് എന്താ പറയുക, നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശമ്പളം കാര്യങ്ങൾ കിട്ടുള്ളൂ, നമുക്ക് എന്തൊക്കെ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. അവർ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടുള്ളൂ. മറ്റുള്ള അവർക്ക് പുറത്ത് ഹയർ സ്റ്റഡീസ് പോകണമെങ്കിലൊക്കെ ഇതിൻ്റെ ഇത് വേണം. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ സമയം ശരി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കാൻ വെച്ചാൽ ഇവർ ഒപ്പിടുമ്പോൾ ചിന്തിക്കണം, ഇതൊരു 10 മിനിറ്റ് ഗ്യാപ്പിൽ കൊടുക്കുക, ഓരോ ബസ്സിനും അങ്ങനെ വേണ്ടിയില്ല 5 മിനിറ്റ്. ഇവർ ആദ്യം വരെ പറയാം, ഒന്നുകിൽ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക, റോഡിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബൈക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാർ ടെസ്റ്റിനകത്ത് ഒരു ക്ലാസ് ഉണ്ടാവാറുണ്ട്. അതെന്തിനാണ് അവർ കൊടുക്കുന്നത്, പോലീസർ കൊടുക്കുന്നത് എന്തിനാണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും അത് ചെയ്യില്ല. അതാണ് ഈ ഏറ്റവും വലിയൊരു ദൂഷ്യഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ വേറെ കാര്യം കൂടി പറയും. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പല തരത്തിലുള്ള ബ്ലോക്കുകൾ കാണാറുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ ആരെയും ഇതിന് വേണ്ടി പറയുന്നതല്ല. സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടും മറ്റുള്ള പല ആളുകളോടും പറയുന്നതാണ്. ഇപ്പോൾ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA പോകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം റോഡ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. സമയം എനിക്ക് മാത്രമല്ല, എൻ്റെ പല ആളുകൾക്കും, എന്നെ പരിചയമുള്ള ആളുകൾ, എൻ്റെ ഫ്രണ്ട്സ്, മറ്റുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. സംബന്ധിച്ച് 1 മണിക്കൂറൊക്കെ അതുപോലെ പ്രകടനത്തിന് വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ പറയാം. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു MLA ആരെങ്കിലും ഏതൊരു ഉദ്യോഗസ്ഥനായാലും അവർക്കൊരു ഉദാഹരണം ഇപ്പോൾ ഒരു 10 മണിക്ക് ഒരു ഉദ്ഘാടനം ഉണ്ട്. ആ 10 മണിക്കുള്ള ഒരു 5 മിനിറ്റ് ലേറ്റ് എന്താ പ്രശ്നം എന്താ ഇപ്പോൾ? അത് ഞാൻ പറയാം. അപ്പോൾ ഈ 10 മണിക്ക് ഉദ്ഘാടനം ഉള്ളതിന് അവർ 9 മണിക്ക് റോഡ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത്രയും ആളുകളെ സമയം പോകും നഷ്ടപ്പെടുന്നത്. ഇവർക്ക് അവിടെ മരണഭാഷയിലൂടെ ഇവർക്ക് എത്തുകയും ചെയ്യാം. പക്ഷേ മറ്റുള്ള ആളുകൾ എത്ര വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മളിപ്പോൾ ഓഫീസിൽ എത്താൻ ലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, സ്കൂളിൽ എത്താൻ ലേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ഇവരുടെ ഈ സിസ്റ്റത്തിൻ്റെ ഇതാണ്. ഇവരിത് എന്തിനെങ്കിലും മരണഭാഷ പോകേണ്ട ആവശ്യമാണ്. ഇവർക്ക് വളരെ സാവധാനം പോയാൽ മതിയല്ലേ. ഞാൻ പറയാം, മന്ത്രി ആവുന്നതിന് മുമ്പ് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇലക്ഷൻ വരുമ്പം ഇവരെല്ലാം ഇത് മാറ്റി വെക്കും, തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവർ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കും. ഇലക്ഷൻ കഴിഞ്ഞ് സ്ഥാനം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. ഞാൻ അത് വേണ്ടി പറയുന്നതല്ല, ഇതാണ് നമ്മുടെ നാട്ടിലെ മെയിൻ കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ ഇത് ഇത്രക്കാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വിചാരിച്ചെന്ന് വേണം പറഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യം ഇതാണ്. നമ്മളിപ്പോൾ അത്രയും സമയമൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ അവർ നിർത്തേണ്ട. അതിപ്പോൾ ഒരു മന്ത്രി പോകേണ്ട അവർ മന്ത്രി, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ആളുകളെ പോലെ തന്നെ പോട്ടെ, അതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അതായത് മന്ത്രി പോകുന്നുണ്ട് വെച്ചിട്ട് മണിക്കൂറിൽ ബ്ലോക്ക് ചെയ്തിട്ട് ആളുകളെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു ആൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം?
അല്ല എല്ലാവരും ഞാൻ പറഞ്ഞ പോലീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സംഭവം ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഇവർ വരുമ്പോൾ ആ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. അതിപ്പോൾ പലതാണ്. ഇപ്പോൾ കുട്ടികളായാലും മറ്റുള്ള ആളുകളൊക്കെ എല്ലാം ഭയങ്കര ഇതായിരിക്കും. ചിലപ്പോൾ ഏത് പാർട്ടിക്കാർ ആരായിക്കോട്ടെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, മന്ത്രിമാരും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഒന്നും മാറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിലൂടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. എന്താ കാരണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.